വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന റാഗിംഗ് ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് പുറത്തു വന്നത്. കൈരളി ന്യൂസ് ആ ദൃശ്യങ്ങൾ പങ്കുവെച്ച് ജാഗ്രതയ്ക്കെതിരായ ഈ റാഗിങ്ങിനെതിരായ ജാഗ്രതയുടെ ഒരു പൊതു അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപാകെ കാട്ടുന്നത്. അതിക്രൂരമായ റാഗിംഗ് ആണ് നടന്നത്. ആ കുട്ടിയെ, ആ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് ശരീരമാസകലം അങ്ങനെ കോമ്പസ് കൊണ്ട് കുത്തുകയാണ് ഓരോ ശരീരഭാഗവും. നിർഭാഗ്യവശാൽ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഈ ദൃശ്യങ്ങൾ അങ്ങനെ ബ്ലർ ചെയ്യാതെ കാണേണ്ടി വന്ന മനുഷ്യരാണ് ഞങ്ങൾ. ആ ദൃശ്യങ്ങൾക്ക് മുമ്പിൽ മരവിച്ച് നിന്നുപോയ അവസ്ഥയാണ്. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ, ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ നിൽക്കുന്ന ആ വിദ്യാർത്ഥിയുടെ ചുണ്ടിലേക്ക്, വായിലേക്ക് എന്തോ ദ്രാവകം ഒഴിച്ചു കൊടുക്കുന്നു. നീറി നിൽക്കുന്ന ആ ശരീരത്തിലേക്ക് ലോഷൻ പുരട്ടുന്നു. അങ്ങനെ അതിക്രൂരമായി ഒരു നഴ്സിംഗ് കോളേജിലാണെന്നുള്ളത് ആലോചിക്കണം. ഈ കാണുന്നവരാണ് പ്രതികൾ, ക്രിമിനലുകളായി വിദ്യാർത്ഥികളുടെ വേഷം കെട്ടിയ ക്രിമിനലുകളാണിവർ. അവർക്കെതിരെ ശക്തമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അവർ ജയിലഴിക്കുള്ളിലാണ്. ആ നിലയിൽ ഒരു പരിഗണനയും ഇല്ലാത്ത വിധം ശക്തമായ നടപടിയാണ് സമൂഹം അവർക്കുമേൽ ആവശ്യപ്പെടുന്നത്. ഒരു തരത്തിലും ഇവർ മാതൃകയായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ ഒരാൾ പോലും കാട്ടരുത്. ക്രിമിനലുകളായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ പ്രതികൾക്കെതിരെ വളരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം. കേരളത്തിൻ്റെ അഭിമാനകരമായ വിദ്യാഭ്യാസ രംഗത്തിന് കളങ്കം ചാർത്തുന്ന ഇത്തരം ക്രിമിനലുകളെ ഒരു തരത്തിലും വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒറ്റ ശബ്ദമാണ് കേരളം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് നമ്മളെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഒരു മുഖവും മലയാളി മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. കയ്യും കാലും കെട്ടിയിട്ട് വിദ്യാർത്ഥിയെ അങ്ങനെ പീഡിപ്പിച്ച് ആ ക്രൂരതയിൽ അഭിരമിക്കുന്ന ഈ ക്രിമിനലുകൾ, പ്രതികൾ, അവർക്കെതിരായിട്ടുള്ള മനസാക്ഷിയുടെ, സമൂഹത്തിൻ്റെ ജാഗ്രതായ പ്രവർത്തനമാണ്, ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സനോജ് ചേരുകയാണ്. സനോജ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വിവരമറിഞ്ഞപ്പോൾ തന്നെ കോളേജ് അധികൃതർ നടപടി സ്വീകരിച്ചു. പ്രിൻസിപ്പളിൻ്റെ പരാതിയെ തുടർന്നാണ് ഈ വിദ്യാർത്ഥികൾ പ്രതികളായി പോലീസ് കേസെടുത്തത്. പോലീസ് വളരെ സൂക്ഷ്മമായി ഈ പ്രതികളെ അവരുടെ കയ്യിൽ നിന്ന് തെളിവുകൾ സഹിതം, പ്രതികളിൽ നിന്ന് തന്നെ തെളിവുകൾ സഹിതമുള്ള വിവരങ്ങളെല്ലാം ആദ്യം തന്നെ, കാരണം ഇത് മാധ്യമങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഒരു തെളിവടക്കം ശേഖരിച്ചുകൊണ്ട് പ്രതികളുടെ ഈ കുറ്റകൃത്യത്തിലെ പങ്ക് പൂർണ്ണമായും തെളിയിച്ചു. പ്രതികൾ തന്നെയാണോ അവരെ വീണ്ടും കണ്ടു രസിക്കാൻ, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, പണം തട്ടാൻ, അങ്ങനെ പലവിധ ഉദ്ദേശത്തോടെ ഈ ദൃശ്യങ്ങൾ പകർത്തി വെക്കുകയായിരുന്നോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സനോജ്, തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പഴുതടച്ചുള്ള അന്വേഷണം. ഈ വിവരങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് പ്രിൻസിപ്പളിൻ്റെ ശ്രദ്ധയിലാണ്. പ്രിൻസിപ്പളിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതിനകത്ത് പീഡനത്തിനിരയായ ഒരു വിദ്യാർത്ഥിയുടെ പിതാവാണ്. പിതാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ വിളിച്ച് പ്രിൻസിപ്പൽ കാര്യങ്ങൾ ആരായുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതിനകത്ത് വസ്തുതയുണ്ട് എന്ന് പ്രിൻസിപ്പളിനെ ബോധ്യപ്പെടുന്നു. ഉടൻ തന്നെ പ്രിൻസിപ്പൽ ഈ കേസ് ഗാന്ധിനഗർ CI ശ്രീജിത്തിന് കൈമാറുന്നു. ശ്രീജിത്ത് ഈ വിവരം അറിയുന്നു. ഒട്ടും താമസിക്കാതെ തന്നെ ശ്രീജിത്ത് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മൊഴികളെടുത്ത ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികളായിട്ടുള്ള, അതായത് ഈ 5 പ്രതികളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ മാത്രമാണ് തങ്ങൾക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് എന്ന ബോധ്യം ഈ പ്രതികളായിട്ടുള്ള 5 പേർ അറിയുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ആരായുന്നു. എന്നാൽ കാര്യങ്ങൾ മറച്ചു വയ്ക്കാനാണ് ഈ പ്രതികൾ തയ്യാറായത്. എങ്കിൽ കൂടിയും പോലീസ് ഇവരുടെ ഫോൺ പിടിച്ചു വാങ്ങുന്നു. പിടിച്ചെടുത്ത ഫോണിൽ നിന്നും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയത് പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നു. ഈ ദൃശ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് പകർത്തിയത് എന്ന് ഈ പരാതിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് പരാതിപ്പെടാഞ്ഞത് എന്ന കാര്യങ്ങൾ പോലീസ് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞത് തങ്ങളുടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ചേട്ടന്മാർ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പല ദിവസങ്ങളിൽ തങ്ങളോട് ഇത്തരത്തിൽ പണം ഈടാക്കിയിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് മദ്യം വാങ്ങിയതിനു ശേഷം ലഹരിയുടെ മറവിൽ വീണ്ടും ഞങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുകയും പീഡനത്തിന് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന മൊഴിയാണ് 1ാം വർഷ വിദ്യാർത്ഥികൾ നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കൃത്യമായ തരത്തിലുള്ള അന്വേഷണം നടത്തി പരാതിക്ക് ഒരു തരത്തിലുള്ള ഇടയും നൽകാത്ത തരത്തിലുള്ള കൃത്യമായ അന്വേഷണം നടത്തുകയും പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഇന്നലെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ശരത്ത്, സനോജ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ആ പ്രതികളുടെ പേരുകൾ നമ്മൾ കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചിത്രങ്ങൾ വ്യക്തമായി തന്നെ സ്ക്രീനിൽ കാണാം. ഇവർ മാത്രമേ ഉള്ളോ അതോ ഇവർക്കൊപ്പം മറ്റുള്ളവരുണ്ടായിരുന്നോ? അതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, പ്രതികളെല്ലാം പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ടോ?
നിലവിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പീഡനം നടത്തിയിട്ടുള്ള ഈ പ്രതികളായിട്ടുള്ള 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഇതിനകത്ത് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കാരണം സമാനമായ രീതിയിൽ മറ്റ് പല വിദ്യാർത്ഥികളും 1-ാം വർഷ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിപ്പെടാൻ പോലും വിദ്യാർത്ഥികൾക്ക് ഭയമായിരുന്നു. അങ്ങനെ ഭയപ്പെട്ടതിൻ്റെ കാരണം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതുകൊണ്ടാണ് എന്ന് ഈ 1-ാം വർഷ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാതെ തന്നെ മറ്റ് വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ ഈ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും ഇന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ്. ഒപ്പം ഇന്ന് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയാണ്. അത്തരത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്രത്തോളം ക്രൂരമായ പീഡനമുണ്ടായി. മാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ട് പോലും വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല. ഇന്നലെ KSU ആണെങ്കിൽ ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിന് പരാതി നൽകി. കാരണം സമരത്തിന് പോലും ഇട നൽകാത്ത വിധത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ പിടികൂടുവാനും പോലീസിനെ ഈ ദൃശ്യങ്ങൾ കൈക്കലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത് 2 ദിവസം മുമ്പാണ്. നമ്മൾ ബ്രേക്കിംഗ് ചെയ്ത അന്ന് മുതൽ തന്നെ പോലീസിനോട് ഈ ദൃശ്യങ്ങൾ കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും CI ശ്രീജിത്ത് പറയുന്നുണ്ട്, സരോജ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെളിവുകൾ കൃത്യമാണ്. അതുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. പോലീസ് ഈ നിമിഷം വരെ ഈ ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറായില്ല. അവർ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായ അന്വേഷണം നടത്തി. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കിട്ടുന്നത് മറ്റു പല മാർഗ്ഗങ്ങളിലൂടെയാണ്, മറ്റ് വിദ്യാർത്ഥികളുടെ കൈകളിൽ നിന്നുമാണ്. എന്തായാലും ഈ കേസിൽ പോലീസ് അതിന് വലിയ സാധ്യതയുണ്ട്. സനോജ്, അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഇവരിത് കണ്ട് രസിക്കാൻ, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പലവിധ ഉദ്ദേശത്തോടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇത് ഇവരുടെ സുഹൃത്തുക്കൾക്ക് ഇവരെ കാട്ടിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ പലരിലേക്കും വരുന്നു. അത് സനോജിനെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ കൈകളിലേക്ക് എത്തുന്നു. അങ്ങനെ എന്നാൽ പോലീസ് ആവട്ടെ വളരെ ജാഗ്രതയോടെ ആ ദൃശ്യങ്ങളടക്കം ആ കേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട തെളിവായി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ ദൃശ്യങ്ങൾ കൊടുക്കുമ്പോൾ അത് ആ കേസ് അന്വേഷണത്തെയോ അതിൻ്റെ തെളിവെന്നുള്ള നിലയിൽ അതിൻ്റെ സാധ്യതയോ ആധികാരികതയോ ഒരു തരത്തിലും ബാധിക്കാത്ത വിധമാണ് പോലീസ് അതിനു മുമ്പ് തന്നെ സനോജ് പറഞ്ഞതുപോലെ വേണ്ട നിലയിൽ പണിയെടുത്ത് ഈ പ്രതികളെ പൂട്ടുന്നതിന് തന്നെ വേണ്ട പണിയെല്ലാം കൃത്യമായി ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1-ാം വർഷ വിദ്യാർത്ഥികളാണ് ഇത്തരം റാഗിങ്ങിന് വിധേയരായിട്ടുള്ളത്. ഇവർ സീനിയേഴ്സാണ്. മുൻവർഷം ഇത് 2-ാം വർഷമാണോ, 2-ാം വർഷത്തെ വിദ്യാർത്ഥികളാണോ ഇവർ, അതോ 3-ാം വർഷം, എങ്ങനെയാണ്? എനിക്കത് അറിയാത്തതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് 3 വർഷമാണോ ഈ കോഴ്സ്, അപ്പോൾ അതോ 2 വർഷമാണോ? അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഇവർ മുൻപ് ഇക്കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അതീവ രഹസ്യമാക്കി ഭയപ്പെടുത്തി പുറത്തു പറയാത്ത വിധം അങ്ങനെ ഇവരുടെ പീഡനത്തിന് മറ്റു കുട്ടികൾ വിധേയരായിട്ടുണ്ടോ? അതൊക്കെ ഈ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സനോജ് മുമ്പ് പറഞ്ഞു, ഇത് ബ്രേക്ക് ചെയ്തതിനെക്കുറിച്ചാണ്, ഈ വാർത്ത കൈരളി ന്യൂസ് ബ്രേക്ക് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. സനോജിലേക്ക് ഈ വിവരങ്ങൾ വന്നത്, പോലീസ് വളരെ കിട്ടിയ വിവരത്തെക്കുറിച്ച് പ്രതികൾക്ക് പോലും അവരെ കസ്റ്റഡിയിലെടുക്കുമ്പോഴാണ് തങ്ങൾക്കെതിരെ പരാതി വന്നിട്ടുണ്ട് എന്ന് പോലും മനസ്സിലാകുന്നത്. അത്രമേൽ രഹസ്യമായി ഈ വിവരങ്ങളാകെ വെച്ച് കാര്യങ്ങൾ പരിശോധിച്ച് വളരെ രഹസ്യമായി വളരെ ശക്തമായി ഈ കേസ് അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സനോജ്, ഈ വാർത്ത നമ്മളിലേക്ക് വരുന്നതും നമ്മൾ ഇത് വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ഒരു സാഹചര്യം കൂടി ഒന്ന് പറയാമോ? ശരത്ത്, ഇത്തരമൊരു പരാതി ഉണ്ടാകുന്നുവെന്ന് മാധ്യമപ്രവർത്തകർ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ പരാതി പ്രിൻസിപ്പൽ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കി പോലീസിന് കൈമാറുന്നു. പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു, പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നു, ആ തെളിവുകൾ പരിശോധിക്കുന്നു, ഇതിനകത്ത് വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം രാത്രി വൈകിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരുടെ പൂർണ്ണമായും വലയത്തിലായി, ഇവർ തങ്ങളുടെ നിയന്ത്രണത്തിലായി എന്ന് മനസ്സിലാക്കിയ ശേഷം പോലീസ് തന്നെയാണ് ഈ വാർത്ത ആദ്യം മാധ്യമങ്ങൾക്ക് നൽകുന്നത്. കാരണം ഇതിനകത്ത് വസ്തുതയുണ്ട്, ഇത് പൊതുസമൂഹം അറിയണം, ഇത്തരത്തിൽ ക്രൂരമായ പീഡനം ഇവിടെ നടന്നിട്ടുണ്ട്, ശക്തമായ നിലപാടുകൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിൻ്റെ പൂർണ്ണ ബോധ്യമായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് തന്നെയാണ് ഈ വിവരങ്ങൾ, ഒരുപക്ഷെ ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ ആദ്യം അറിയുകയായിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഈ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും അവർ ഇതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടാതെ കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചു. അതിനകത്ത് കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ വയ്യില്ല. അത്രമേൽ കൃത്യമായ നിലപാടാണ് ഈ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ പിടികൂടുവാനും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പുകൾ ചുമത്തുവാനും കഴിഞ്ഞത്. ഇതിനകത്ത് 3 പേർ 3-ാം വർഷ വിദ്യാർത്ഥികളാണ്, 2 പേർ 2-ാം വർഷ വിദ്യാർത്ഥികളാണ്, 1-ാം വർഷ വിദ്യാർത്ഥികളാണ് പീഡനത്തിനിരയായിട്ടുള്ളത്.
ആ വിദ്യാർത്ഥികൾ പുറത്തു പറയാതിരുന്നതിൻ്റെ കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയപ്പെടുത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതാണ് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ പേ വഴി ഇവർ 1-ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്നും പലതവണയായിട്ട് പണം ഈടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ട് മദ്യപിച്ചതിന് ശേഷം വീണ്ടും 1-ാം വർഷ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഡിജിറ്റൽ തെളിവുകളായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴുള്ള ഈ ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. ശരത്ത്, നിശ്ചയമായും ഇവനൊക്കെ അഴി എണ്ണട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കേണ്ടത്. അതിനപ്പുറം ഒന്നും പറയേണ്ടതില്ല. സനോജ് പറഞ്ഞതുപോലെ കേരള പോലീസിന് ബിഗ് സല്യൂട്ടാണ്. കാരണം നിശ്ചയമായും മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ തന്നെ പറയുകയാണ്, മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത പുറത്തു വരുന്നതെങ്കിൽ മുമ്പ് സനോജ് സൂചിപ്പിച്ചതുപോലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാം, മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളിലൂടെ പോലീസിൻ്റെ നീക്കം മനസ്സിലാക്കാം, ഈ പ്രതികൾ ഇവന്മാർ ഒളിവിൽ പോകാം, ഇനി അവരെ പിടിക്കാൻ പോലീസ് നാടുനീളെ നടക്കേണ്ട അവസ്ഥ വന്നേനെ. ഇതൊന്നുമില്ലാതെ പോലീസ് വളരെ ശക്തമായി തന്നെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ ആ നിലയിൽ കേരള പോലീസ് നിശ്ചയമായും വലിയൊരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട് അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാന്ദർഭികമായി പറയട്ടെ, ഇതേ പോലീസിനെ കുറിച്ച് ഇന്നലെ പോലീസിനെ ആകെ ആക്ഷേപിക്കും വിധത്തിലേക്ക് എന്ന നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം സഭയിൽ വന്നു എന്ന ശക്തമായ വിമർശനം കേരളത്തിൻ്റെ പ്രതിപക്ഷം സഭയ്ക്കകത്ത് കേൾക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങളും കേരള പോലീസുമായി ബന്ധപ്പെട്ട് വളരെ സ്പഷ്ടവും വളരെ വ്യക്തവുമാണ്. കാരണം അത് അനിവാര്യമാണ്. കാരണം കേരളത്തിൻ്റെ പോലീസ് ക്രമസമാധാന പാലനത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ ക്രമസമാധാന നിലയിൽ രാജ്യത്ത് ഏറ്റവും 1-ാം നിലയിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളം നിൽക്കുന്നു. കുറ്റാന്വേഷണത്തിലുള്ള പോലീസിൻ്റെ മികവിനെക്കുറിച്ചൊക്കെ അവിടെ വലിയ ചർച്ചയും ചില ഇതൊക്കെ ഉയർന്നു വന്നതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള നടപടികൾ അത് പ്രശംസനീയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും